മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉയർന്നപ്പോഴൊക്കെ കേരളത്തിലെ മനുഷ്യസ്നേഹികൾ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകങ്ങളായി വിളങ്ങി നിൽക്കുന്ന അവിടുത്തെ തങ്ങന്മാർ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടുമില്ല. വ്യക്തമായ രാഷ്ട്രീയമുള്ളപ്പോൾ തന്നെ രാഷ്ട്രീയ ലാക്കോടെ അത്തരം സന്ദർഭങ്ങളിലൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ വാദപ്രതിവാദങ്ങളും കുറ്റപ്പെടുത്തലുമൊക്കെ മുഴങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ചോദ്യങ്ങളെ നേരിടുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും ആത്മീയ ആചാര്യനുമായ ഹൈദരലി ശിഹാബ് തങ്ങളിലേക്ക്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയിട്ട് 1 വർഷമായി. ഉമർ അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചിട്ട് 2 വർഷം. 2 സഹോദരന്മാരുടെയും ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ചുമലിലേറ്റിയിരിക്കുകയാണ്. SYSന്റെ അധ്യക്ഷ പദവിയുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി. വലിയൊരു ചുമതലാഭാരം തോന്നുന്നുണ്ടോ? കുറച്ച് ഭാരങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും ആ ഭാരങ്ങളെല്ലാം തന്നെത്താൻ നീങ്ങി നമ്മുടെ കാര്യങ്ങൾ നല്ല നിലക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ലീഗ് സംസ്ഥാന അധ്യക്ഷ പദവി ഈ കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ തങ്ങന്മാർക്ക് തന്നെ വേണമെന്നൊരു തീരുമാനമുണ്ടോ? എല്ലാവരോടും കൂടി ആഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി ഏൽപ്പിച്ചു തരുന്നതുകൊണ്ട് എടുക്കുന്നതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അതങ്ങനെ അല്ല. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തിട്ട് പാർട്ടിയുടെ ആളുകൾ അഭിപ്രായപ്പെടുന്ന അനുസരിച്ച് കൊണ്ടാണ് പ്രസിഡന്റ് പദവി ലഭിക്കുന്നത്. മുമ്പ് ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ ബാപ്പയ്ക്ക് തങ്ങൾ, പിന്നെ പിതാവും ശിഹാബ് തങ്ങളും അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഒരു കുടുംബ പാരമ്പര്യമല്ല പ്രസിഡന്റ് പദവി. ഈ കുടുംബത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി വേദന അനുഭവിച്ചത് ഹൈദരലി ശിഹാബ് തങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ 3 വയസ്സുള്ളപ്പോൾ മരിച്ചു. അതിനുശേഷം ബാപ്പയുടെ സഹോദരിയാണ് വളർത്തിയത്. ജ്യേഷ്ഠനെ പോലെ പുറത്തുപോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാം തയ്യാറായിരുന്നപ്പോൾ ബാപ്പയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ബാപ്പയുടെ കൂടെ കൂടുതൽ യാത്ര ചെയ്യേണ്ടത്, ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടിയും വന്നു. അപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ പോകാത്തതിൽ ഒരു വിഷമം തോന്നുന്നുണ്ടോ? അല്ല, അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നത്. പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മദീനയിലേക്കാണ് പഠിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പഠിക്കാത്തതിലുള്ള ചില വേദനകളുണ്ട്. എങ്കിലും മറ്റ് സംഘടനാ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പൊതുവേദികളിലുമെല്ലാം തന്നെ ഇടപഴകി പ്രവർത്തിക്കുവാനുള്ള ഒരു ശീലം അതിലുണ്ടായി തീർന്നു. വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച തന്നെ വർദ്ധിപ്പിക്കുന്നത് പോലെ ചില സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. ഇപ്പോൾ ചില സംഘടനകൾ മാത്രം അതിന് ഉത്തരവാദികളായിരിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവനായിട്ട് തന്നെ അതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നല്ല മുസ്ലിം എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുക? ആ മുസ്ലിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലേക്ക് എത്തി നോക്കിയാൽ ഇവിടെ ഒരിക്കലും മനുഷ്യൻ തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ പോകുന്ന ഒന്നും അതിൽ കാണാൻ സാധിക്കുകയില്ല. എല്ലാ ആളുകളുമായിക്കൊണ്ട് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി മറ്റ് മതങ്ങളുമായിക്കൊണ്ട് സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുവാനാണ് നമ്മുടെ ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആജ്ഞാപിക്കുന്നത്. ആ ഖുർആൻ നോക്കി ജീവിച്ചാൽ നമുക്കെപ്പോഴും ഇവിടെ രക്ഷയുണ്ടാവും. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന പദം റഹ്മത്ത് എന്നാണെന്ന് പറയാം, കാരുണ്യം എന്ന്. അപ്പോൾ ഈ ഖുർആനിലെ പ്രബോധനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം സംഘടനകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടോ? അത് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ചില സംഘടനകൾ, പ്രത്യേകിച്ച് തീവ്രവാദ ഭീകരവാദ സംഘടനകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടാവും. അടുത്ത കാലത്ത് ഏറ്റവും പ്രശ്നമായത് ഒരു കോളേജ് അധ്യാപകനെതിരെ ഉണ്ടായ ആക്രമണമാണ്. മതനിന്ദയ്ക്കെതിരെയുള്ള പ്രതികരണം എന്ന നിലയിൽ പോലും അതിന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇനി അഥവാ ഒരു മതനിന്ദ ഉണ്ടായാൽ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ മതനിന്ദയെ നാം പ്രതികരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പൊതുമാപ്പിന് വേണ്ടി തയ്യാറായാൽ അവർക്ക് മാപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് പ്രവാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അതുപോലെ തന്നെ കൂക്കി വിളിക്കുവാനും അതുപോലെ തന്നെ കൊല്ലുവാനും വേണ്ടിയെല്ലാം വന്ന ആളുകൾക്ക് അവസാനമായി മക്ക വിജയത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധികം അവർക്ക് മാപ്പ് കൊടുത്ത ഉദാഹരണമാണ് ഇസ്ലാമിലും പ്രവാചകന്മാരിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഈ സാഹചര്യത്തിൽ ചില മുൻകൈകൾ എടുക്കാൻ കഴിയും. അപ്പോൾ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ മുൻകൈയാണ് ഈ അന്തരീക്ഷം നന്നാക്കാനായി എടുക്കുക? ഈ 31-ാം തീയതി കോട്ടക്കൽ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് എതിർപ്പുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി ചർച്ച ചെയ്യുവാൻ വേണ്ടി മുസ്ലിം ലീഗ് അവരെല്ലാം വിളിച്ച് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 6-ാം തീയതിയും കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മതസൗഹൃദ സംഗമവും മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുളയിൽ തന്നെ നിർത്തുവാൻ വേണ്ടി ഇവിടെ ഇറങ്ങിത്തിരിച്ച പ്രസ്ഥാനം കൂടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. നമ്മളെ എങ്ങനെ പ്രതികരിക്കണം, സഹിഷ്ണുതയോടെ വേണം പ്രതികരിക്കാൻ. അതിന് വലിയ ഫലമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതുപോലൊരു ഇടപെടൽ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ എന്ത് വേദനകളുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ആ നയത്തിനും നിലപാടിനും കോട്ടം തട്ടാത്ത രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നാം ഇവിടെ നടത്തേണ്ടതുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. Different people, one home. ManoramaOnline.com, your home